ഒന്നുകൊണ്ട് എല്ലാവർക്കും എഴുത്തിക്കാഫിന്റെ നിയത്തിനാണ്, മാലാഖമാരുടെ കാവലിലാണ്, തണലിലാണ്. ഇവിടുത്തെ പ്രാചീനമായ ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഖബർസ്ഥാനിൽ ധാരാളം മുഅ്മിനീങ്ങളുടെ സദസ്സിൽ അൽഹംദുലില്ലാഹ് പള്ളിയിൽ, അതും നിക്കാഹിന്റെ ഏറ്റവും സുന്ദരമായ വെള്ളിയാഴ്ച ജുമുഅക്ക് മുമ്പ് സ്വാലിഹീങ്ങളുടെ സാന്നിധ്യത്തിൽ, അങ്ങനെയാണല്ലോ വെള്ളിയാഴ്ച ജുമുഅക്ക് മുമ്പാക്കുക, സ്വാലിഹീങ്ങളുടെ സാന്നിധ്യത്തിലാക്കുക, ശവ്വാലി നിക്കാഹ് നടക്കുക, നിക്കാഹിന്റെ ദഫ്മുണ്ട്. ഇതാണ് നിക്കാഹിന്റെ സുന്നത്ത്. ഫദരിബു അലൈഹാ ബിദ്ദുഫൂഫ് വജഅലൂഹു ഫിൽ മസാജിദ്. പള്ളിയിലായിരിക്കുക, സ്വാലിഹീങ്ങൾ ഉണ്ടാവുക, ദഫ്മുട്ട, അതൊക്കെ പറ്റും. ഇതെന്നൊക്കെ നമ്മൾ മാറിയിട്ട് നമ്മുടേതായ ചില ആഘോഷങ്ങളും പെക്കൂത്തുകളും ആർഭാടങ്ങളും, അപ്പൊ അതൊന്നൊക്കെ മാറി നിന്ന് സുന്ദരമായ ഇതുപോലെയുള്ള നല്ല ചടങ്ങുകളോടുകൂടെ ഇതൊക്കെ അവസാനിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളിലും, ഉദ്യമങ്ങളിലും, നമ്മുടെ എല്ലാ ചടങ്ങുകളിലും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അൽഹംദുലില്ലാഹ് നവദമ്പതികൾക്ക് അവരുടെ ജീവിതത്തിൽ വലിയ ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. പരസ്പരം അറിയുക, അടുക്കുക, സ്നേഹിക്കുക, വിട്ടുവീഴ്ച ചെയ്യുക, ക്ഷമിക്കുക, ഇതൊക്കെയാണ് കല്യാണത്തിലൂടെ ഒരു വരനും വധുവും നേടിയെടുക്കേണ്ട പ്രത്യേകമായ ഗുണം. പരസ്പരം ആദ്യം അറിയണം. വധു വരനെ അറിയണം, പെണ്ണാണിനെ, ആണ് പെണ്ണിനെ അറിയണം. കുടുംബം, പശ്ചാത്തലം, നല്ല മബദ്ധത്ത്, നല്ല സ്നേഹം, നല്ല മനക്കുരുത്തം, നല്ല റഹ്മത്ത്, നല്ല കരുണ, വിട്ടുവീഴ്ച ഉണ്ടെങ്കിലേ നമ്മളൊക്കെ ഇതിൽ വിജയിക്കും. ഈ ഒരു ജീവിതഘടനയിൽ നമ്മളിങ്ങനെ ഇറങ്ങി ആടി അഭിനയിക്കാൻ തുടങ്ങുക. അപ്പോ നന്നായിട്ട് പുതിയാപ്പണ വിട്ടുവീഴ്ച ചെയ്യണം, പുതിയണ്ണ് അതിലേറെ വിട്ടുവീഴ്ച ചെയ്യണം. പുതിയണ്ണിന്റെ പെണ്ണിന്റെ വാപ്പ പറഞ്ഞു കൊടുക്കണം, മോളെ പരിചയമില്ലാത്ത വീടാണ്, തറവാടാണ്, പരിചയമില്ലാത്ത ചുറ്റുപാടാണ്, അന്തരീക്ഷം, അവിടൊക്കെ പോയി നല്ല നിലക്ക് നിൽക്കണട്ടോ എന്ന് മോളോട് പറയണം. മകനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന മരുമകനല്ല, ഒരു മകനാണ്. അവനൊരു പുതിയ ഉമ്മ ഉണ്ടാവുക, പുതിയ ഉമ്മ ഉണ്ടാവുക. അതുപോലെ നമ്മുടെ മോൾക്ക് പുതിയൊരു ബന്ധം, ഉമ്മ തൊട്ടാൽ ഒതുമുറിയാത്ത ബന്ധങ്ങൾ ഉണ്ടാവാം. മനസ്സിലായി, തൊട്ടാൽ ഒതുമുറിയാത്ത ബന്ധം ഇതിലൂടെ കൂട്ടിച്ചേർക്കപ്പെടും. അപ്പൊ അത്രയും സുന്ദരമായ ഒരു ചടങ്ങിനാണ് നമ്മളൊക്കെ സംബന്ധിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാ ക്ഷേമങ്ങളും ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. രണ്ട് കുടുംബത്തെയും അല്ലാഹു ഖൈറിലായി ഒന്നിപ്പിക്കുമാറാവട്ടെ. കുടുംബത്തിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയവരുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്, ധാരാളം ആളുകൾ. അല്ലാഹു അവർക്ക് മുഴുവനും മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. വആഖിറു ദഅ്വാതി അൽഹംദുലില്ലാഹ്.